ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സിൽ LGS LDC പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന ചോദ്യോത്തരങ്ങളും മുൻകാല പരീക്ഷകളിലെ ചോദ്യോത്തരങ്ങളുമാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ യുദ്ധകാലത്തും സമാധാന കാലത്തും വ്യത്യസ്ത പതാക ഉപയോഗിക്കുന്ന ഒരേ ഒരു രാജ്യം ഫിലിപ്പീൻസ് ആണ്. യുദ്ധകാലത്തും സമാധാന കാലത്തും വ്യത്യസ്ത പതാകകൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു രാജ്യം ഫിലിപ്പീൻസ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യയാണ്. അറേബ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ്. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. ആഫ്രിക്കയിലും ഏഷ്യയിലുമായി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഈജിപ്റ്റാണ്. ആഫ്രിക്കയിലും ഏഷ്യയിലുമായി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഈജിപ്റ്റാണ്. ഏഷ്യയിലും യൂറോപ്പിലുമായി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിക്കും. ഏഷ്യയിലും യൂറോപ്പിലുമായി സ്ഥിതി ചെയ്യുന്ന രാജ്യം തുർക്കിയാണ്. ഏഷ്യൻ ഭാഗത്തെ ഏഷ്യ മൈനർ എന്നാണ് വിളിക്കുന്നത്. ഈ 0 രേഖാംശ രേഖ കടന്നു പോകുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇംഗ്ലണ്ട് ആണ്. 0 രേഖാംശ രേഖ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇംഗ്ലണ്ട് ആണ്. ഏറ്റവും കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനുകളുള്ള രാജ്യം യുണൈറ്റഡ് കിങ്ഡം ആണ്. 235 ഡിവിഷനുകളാണ് ഉള്ളത്. 235 ഡിവിഷനുകളാണ് ഉള്ളത്. ഈ ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ ആണ്. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഏക രാജ്യമാണ് ബ്രസീൽ. ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ഏതാണ്? റഷ്യയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏറ്റവും വലിയ ദ്വീപ് മഡഗാസ്കർ ദ്വീപ് ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മഡഗാസ്കർ ദ്വീപ് ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്ന് ചോദിക്കുക. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ഇന്തോനേഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ഏതാണ്? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് എന്ന് പറയുന്നത് ജാവയാണ്. ഇന്തോനേഷ്യയിലെ ജാവ ആണ് ഏറ്റവും ജനസംഖ്യയുള്ള ദ്വീപ്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ദ്വീപ് രാഷ്ട്രം സിംഗപ്പൂരാണ്. ഏറ്റവും ചെറിയ സ്വതന്ത്ര ദ്വീപ് രാഷ്ട്രം ഏതാണ്? നൗറു ആണ്. പസഫിക്കില് ആണ്. ഇനി ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നീ 3 വൻകരകളുടെ സംഗമ സ്ഥാനത്തിനടുത്തുള്ള ദ്വീപ്. ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നീ 3 വൻകരകളുടെ സംഗമ സ്ഥാനത്തുള്ള ദ്വീപ് ഏതാണെന്ന് ചോദിക്കും. അത് സൈപ്രസ് ആണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള വൻകര ഏതാണ്? ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള വൻകര ആഫ്രിക്കയാണ്. ഈ ഒരു രാജ്യം മാത്രമുള്ള വൻകര ഏതാണ്? ആ വൻകര രാജ്യമായിട്ടാണ് അറിയപ്പെടുന്നത് ഓസ്ട്രേലിയ. ഒരു വൻകര മുഴുവൻ ഒരു രാജ്യമായിട്ട് അറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. ഇനി ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നീ 3 അക്ഷാംശ രേഖകളും കടന്നു പോകുന്ന ഏക വൻകര. ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഭൂമധ്യരേഖ ഇത് 3ഉം കടന്നു പോകുന്ന ഏക വൻകര ആഫ്രിക്കയാണ്. ഏറ്റവും പഴക്കമുള്ള രാജഭരണം നിലവിലുള്ളത് എവിടെയാണ്? ഏറ്റവും പഴക്കമുള്ള രാജഭരണം നിലവിലുള്ളത് ജപ്പാനിലാണ്. ഒരു ചക്രവർത്തി രാജ്യത്തിന്റെ തലവൻ സ്ഥാനം അലങ്കരിക്കുന്ന ഏക രാഷ്ട്രവും ജപ്പാനാണ്. ഒരു ചക്രവർത്തി രാജ്യത്തലവന്റെ സ്ഥാനം വഹിക്കുന്ന ഏക രാഷ്ട്രവും ജപ്പാനാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള റിപ്പബ്ലിക് ഏതാണ്? സാൻ മാറിനോ ആണ്. ഏറ്റവും പഴക്കമുള്ള റിപ്പബ്ലിക് ആണ് സാൻ മാറിനോ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന എയർലൈൻസ് ഏതാണ്? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന എയർലൈൻസ് റോയൽ ഡച്ച് ആണ്. നെതർലാൻഡിന്റെ ആണ്.
ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാഷ്ട്രം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാഷ്ട്രം ഗ്രീസ് ആണ്. ഗ്രീസ്. ആധുനിക ജനാധിപത്യ സമ്പ്രദായം വികാസം പ്രാപിച്ചത് എവിടെയാണ്? ആധുനിക ജനാധിപത്യ സമ്പ്രദായം വികാസം പ്രാപിച്ചത് ബ്രിട്ടനിൽ ആണ്. ബ്രിട്ടനിലാണ് ആധുനിക ജനാധിപത്യം വികാസം പ്രാപിച്ചത്. എവിടെയാണ്? ബ്രിട്ടനിൽ. ആധുനിക ജനാധിപത്യം വികസനം പ്രാപിച്ചത് ബ്രിട്ടനിലാണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് എന്ന് ആരുടെ കാലത്ത് ആണ്? എവിടെ വെച്ച് ആണ്? മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് എന്നാണ്, ആരാണ്, എവിടെ വെച്ചാണ്? 1215 എന്നാണ്. 1215 ബ്രിട്ടീഷ് രാജാവ് ജോൺ രണ്ടാമൻ റണ്ണിമീഡിലാണ് ഇത് ഒപ്പുവെച്ചത്. റണ്ണിമീഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഒപ്പുവെച്ചത്. അപ്പോൾ 1215 ബ്രിട്ടീഷ് രാജാവായ ജോൺ രണ്ടാമൻ റണ്ണിമീഡിൽ വെച്ചാണ് മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. ആധുനിക ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. ആധുനിക ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ട ആണ്. ലോകത്തിൽ ആദ്യമായി പട്ടുനൂൽ, കളിമൺ പാത്രങ്ങൾ, പീരങ്കി എന്നിവ ഉപയോഗിച്ചത് ആരാണ്? ലോകത്തിൽ ആദ്യമായി പട്ടുനൂൽ, കളിമൺ പാത്രങ്ങൾ, പീരങ്കി എന്നിവ ഉപയോഗിച്ചത് ചൈനക്കാരാണ്. ചൈനക്കാര് ആണ്. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന രാഷ്ട്രം ചൈനയാണ്. ചൈനയല്ല, സോറി, USA ആണ്. USA. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന രാഷ്ട്രം USA ആണ്. പബ്ലിക് ലൈബ്രറികൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം റഷ്യയാണ്. ഏറ്റവും കൂടുതൽ ടെലഫോണുകളുള്ള രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഊർജത്തിന്റെ ഉപഭോഗത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം USA ആണ്. USA. ലോകത്തിലെ ഏറ്റവും ചെറിയ ഫെഡറൽ ഭരണഘടനയുള്ള രാജ്യം USA ആണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഫെഡറൽ ഭരണഘടനയുള്ള രാജ്യം USA ആണ്. ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്റ് നിലവിൽ വന്ന ഗൾഫ് രാജ്യം കുവൈറ്റ് ആണ്. കുവൈറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജകുടുംബം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ രാജകുടുംബം സൗദി രാജകുടുംബം ആണ്. അപ്പോൾ ഇത്രയും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.